ഹായ് ഫ്രണ്ട്സ്, ലൈഫ് ഈസ് പി എസ് സി കോച്ചിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പി എസ് സിക്ക് ചില ഇഷ്ടവിഷയങ്ങളുണ്ട്. ഈ വിഷയങ്ങളിൽ നിന്നും പി എസ് സി പരീക്ഷകളിൽ ചോദ്യങ്ങൾ ആവർത്തിച്ച് ചോദിക്കാറുമുണ്ട്. ഇതുപോലെ കേരള ചരിത്രത്തിൽ നിന്നും പി എസ് സി പരീക്ഷകളിൽ നിരന്തരം ചോദ്യങ്ങൾ ആവർത്തിച്ചു വന്നിട്ടുള്ള ഒരു മേഖലയാണ് ഹോർത്തൂസ് മലബാറിക്കസ്. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പ്രശസ്തമായ ഗ്രന്ഥത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഒരു കാര്യം, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാമിനും VO എക്സാമിനും വേണ്ടി വിഷയാടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന ക്ലാസ്സുകൾ ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആ ക്ലാസ്സുകളുടെ വീഡിയോ മുകളിലെ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. കൂടാതെ ഈ ക്ലാസ്സുകളുടെ PDF നോട്ട് ആവശ്യമുള്ളവർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലൈഫ് ഈസ് പി എസ് സി കോച്ചിങ് ടെലഗ്രാം ചാനൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആ ലിങ്ക് വഴി ചാനലിൽ ജോയിൻ ചെയ്ത് PDF നോട്ട് അവിടെ നിന്ന് ലഭ്യമാക്കാവുന്നതാണ്. നമുക്ക് ആരംഭിക്കാം. ഹോർത്തൂസ് മലബാറിക്കസ്. എന്താണ് ഈ ഹോർത്തൂസ് മലബാറിക്കസ്? ഇതൊരു ഗ്രന്ഥമാണെന്ന് നമുക്കറിയാം. കേരളത്തിലെ സസ്യ സമ്പത്തിനെക്കുറിച്ച് ഡച്ചുകാർ പ്രസിദ്ധീകരിച്ചൊരു ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. കേരളത്തിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ച് പൂർണ്ണമായ ഒരു വിവരം ഉൾക്കൊള്ളുന്ന ഗ്രന്ഥമായിരുന്നു ഈ ഹോർത്തൂസ് മലബാറിക്കസ്. ഈ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന വാക്ക് ലാറ്റിൻ വാക്കാണ്. ഇതിൻ്റെ അർത്ഥം എന്താണ്? മലബാറിൻ്റെ ഉദ്യാനം എന്നാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന വാക്കിൻ്റെ അർത്ഥം. മലബാറിൻ്റെ ഉദ്യാനം. ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയായി കരുതുന്നത് ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. ഇപ്പോൾ ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവന എന്തെന്ന് ചോദിച്ചാൽ അത് ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. കേരളാരാമം എന്നറിയപ്പെടുന്ന ഗ്രന്ഥവും ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. കേരളാരാമം എന്നറിയപ്പെടുന്ന ഗ്രന്ഥം ഏതാണ്? ഹോർത്തൂസ് മലബാറിക്കസ്. ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കിയ ഭാഷ ലാറ്റിൻ ഭാഷയാണ്. അപ്പോൾ ഡച്ചുകാർ ആണ് ഇത് തയ്യാറാക്കിയത്. അതുകൊണ്ട് തന്നെ ഇത് ലാറ്റിൻ ഭാഷയാണ്. മലയാള ലിപികൾ ആദ്യമായി അച്ചടിച്ചു വന്ന ഗ്രന്ഥം ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. നമുക്കറിയാം, മലയാളത്തിലുള്ള ആദ്യ ഗ്രന്ഥം ഏതെന്ന് ചോദിച്ചാൽ അത് സംക്ഷേപ വേദാർത്ഥമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് മലയാള ലിപികൾ ആദ്യമായി അച്ചടിച്ചു വന്ന ഗ്രന്ഥം ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. ഈ ഹോർത്തൂസ് മലബാറിക്കസ് ലാറ്റിൻ ഭാഷയിൽ രചിച്ച ഗ്രന്ഥമാണെന്ന് നമ്മൾ ആദ്യം തൊട്ടേ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഹോർത്തൂസ് മലബാറിക്കസിൽ അച്ചടിച്ചു വന്ന ഏതാനും വാക്കുകൾ മാത്രമേ മലയാള ലിപിയിൽ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ ഹോർത്തൂസ് മലബാറിക്കസിൽ അച്ചടിച്ചു വന്ന ആദ്യ മലയാള വാക്ക് ഏതെന്ന് ചോദിച്ചാൽ അത് തെങ്ങാണ്. അപ്പോൾ തെങ്ങെന്ന വാക്കാണ് ആദ്യമായി ഹോർത്തൂസ് മലബാറിക്കസിൽ അച്ചടിച്ച മലയാള വാക്ക്. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം തയ്യാറാക്കുന്നതിന് നേതൃത്വം വഹിച്ച ഡച്ച് ഗവർണർ ആരാണ്? ഹെൻറിക് ആൻഡ്രിയൻ വാൻഡ്രീഡാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം തയ്യാറാക്കുന്നതിന് നേതൃത്വം വഹിച്ച ഡച്ച് ഗവർണർ. ഇദ്ദേഹം അഡ്മിറൽ വാൻഡ്രീഡ് എന്ന പേരിലും അറിയപ്പെടാറുണ്ട്. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ്? ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഹോർത്തൂസ് മലബാറിക്കസ് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ആരാണ്? ഡോക്ടർ S മണിലാലാണ്. അപ്പോൾ ഹോർത്തൂസ് മലബാറിക്കസ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ഡോക്ടർ S മണിലാൽ. ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയിൽ സഹായിച്ച മലയാളി വൈദ്യൻ ആരാണ്? ഇട്ടി അച്യുതനാണ്. ഇദ്ദേഹം ആലപ്പുഴ ചേർത്തല സ്വദേശിയാണ്. ഇട്ടി അച്യുതൻ. ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയിൽ സഹായിച്ച മലയാളി വൈദ്യൻ ആരാണ്? ഇട്ടി അച്യുതൻ. ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയിൽ സഹായിച്ച ഗൗഡ സാരസ്വത ബ്രാഹ്മണർ ആരൊക്കെയാണ്? രംഗഭട്ട്, അപ്പുഭട്ട്, വിനായകഭട്ട് എന്നീ ഗൗഡ സാരസ്വത ബ്രാഹ്മണർ ആണ് ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയിൽ സഹായിച്ചത്. ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയിൽ സഹായിച്ച കാർമൽ പുരോഹിതൻ ആരാണ്? ജോൺ മാത്യൂസ്. അപ്പോൾ ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയിൽ സഹായിച്ച കാർമൽ പുരോഹിതൻ ആരാണ്? ജോൺ മാത്യൂസ്. 1678 1703 ഇടയിലായി 12 വാല്യങ്ങളായിട്ടാണ് ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ ഈ ഗ്രന്ഥം ഒരു ഒറ്റ പുസ്തകമല്ല.
ഇത് 12 വാല്യങ്ങളായിട്ടുള്ള പുസ്തകമാണ്. ഇത് 1678നും 1703നും ഇടയിലായി 12 വാല്യങ്ങളായിട്ടാണ് ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ചത്. ലാറ്റിൻ ഭാഷയിലാണ് ഇത് പ്രസിദ്ധീകരിച്ചത്. നെതർലൻഡിൻ്റെ തലസ്ഥാനമായ ആംസ്റ്റർഡാമിൽ നിന്നുമാണ് ഇത് പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ ഇത് പ്രസിദ്ധീകരിച്ചത് ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ചത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ അത് ആംസ്റ്റർഡാമിൽ നിന്നാണ്. ആംസ്റ്റർഡാം ഏത് രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ്? നെതർലൻഡിൻ്റെ മറ്റൊരു പേര് ഹോളണ്ടാണ്. അപ്പോൾ ലാറ്റിൻ ഭാഷയിൽ നെതർലൻഡിൻ്റെ തലസ്ഥാനമായ ആംസ്റ്റർഡാമിൽ നിന്നും പ്രസിദ്ധീകരിച്ച ഈ ഗ്രന്ഥത്തിന് 200 പേജുകൾ വീതമുള്ള 12 വാല്യങ്ങളും അതിൽ 742 അധ്യായങ്ങളും 794 ചിത്രങ്ങളും ഉണ്ടായിരുന്നു. ഏഷ്യയിലെ തന്നെ ഒരു പ്രത്യേക പ്രദേശത്തെ അല്ലെങ്കിൽ ഒരു പ്രത്യേക സംസ്ഥാനത്തെ സസ്യസമ്പത്തിനെ സംബന്ധിച്ച ആദ്യ ഗ്രന്ഥമായിരുന്നു ഹോർത്തൂസ് മലബാറിക്കസ്. ഈ ഗ്രന്ഥത്തിൻ്റെ മലയാള പതിപ്പ് പ്രസിദ്ധീകരണത്തിന് നേതൃത്വം വഹിച്ചത് കേരള സർവകലാശാലയാണ്. അപ്പോൾ ഹോർത്തൂസ് മലബാറിക്കസ് ആ മലയാള പതിപ്പ് പ്രസിദ്ധീകരണത്തിന് നേതൃത്വം വഹിച്ചത് കേരള സർവകലാശാല ആണ്. ഇത്തരത്തിൽ PSCയുടെ ഇഷ്ടവിഷയങ്ങൾ കണ്ടെത്തി കൂടുതൽ ക്ലാസ്സുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. എൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. താങ്ക് യു.